നമസ്കാരം. നമുക്ക് രാമായണം പുത്രകാമേഷ്ടി കർമ്മം വായിക്കാം. അപ്പോൾ ഈ പുത്രകാമേഷ്ടി കർമ്മത്തിലെ കഥ എന്ന് പറഞ്ഞാൽ, ദശരഥന് പുത്രന്മാരുണ്ടാവാൻ കാലതാമസം ഉണ്ടായതുകൊണ്ട് പ്രത്യേക യാഗം നടത്തി, ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം യാഗം നടത്തി ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നിദേവൻ ഒരു പായസം കൊണ്ടുവന്നു. അത് ഔഷധം ഉണ്ടാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലത്തിനനുസരിച്ച് കഥയിൽ അങ്ങനെ ഒരു ഔഷധം ഉണ്ടാക്കി, ഔഷധം ഭാര്യമാർക്ക് കൊടുത്തു. അതിൽ ആദ്യം കൗസല്യക്കും കൈകേയിക്കും കൊടുത്തു, പകുതി കൊടുത്തു. ഇപ്പം ദശരഥന് 3 ഭാര്യമാരുണ്ട്. എന്തുകൊണ്ടാണ് കൈകേയിക്കും സുമിത്രക്കും പകുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ, രാജാവ് 3 പേർക്ക് കൊടുത്തില്ല. പക്ഷെ ബുദ്ധിമതികളായ രാജപത്നിമാർ അവർക്ക് കിട്ടിയ പകുതി പായസം 3ാമത്തെ സുമിത്ര എന്ന ഭാര്യയ്ക്ക് കൊടുത്തു. അങ്ങനെ പായസം പകുത്തു കൊടുത്തത് കൊണ്ട്, 2ആയി കൊടുത്തത് കൊണ്ട് 2 പുത്രന്മാർ, ഭരത ശത്രുഘ്നന്മാർ സുമിത്രയ്ക്കുണ്ടായി. ഇപ്പോൾ രാജാവ് എന്തെങ്കിലും അധർമ്മം ചെയ്തു, എന്തെങ്കിലും ശ്രദ്ധക്കുറവ് ചെയ്താൽ രാജഭക്തിമാർ അത് പരിഹരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കഥയിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് അതാണ് ഇതിൽ ഒരു സന്ദേശം. അപ്പം നമുക്ക് പുത്രകാമേഷ്ടി യാഗം വായിക്കാം. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈകണ്ഠവൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദിശിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷിശൃംഖന ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹോമപാത്രസ്ഥനായ പായസത്തോടു കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൽ അഗ്നിദേവൻ താപകം പുത്രീയമീ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു. പാവകനും ഭൂപതി പ്രബലനു കൊടുത്തു മറഞ്ഞതു. തപസാജ്ഞയായി പരിഗ്രഹിച്ചു നിപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദശരഥൻ തർശനം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. മൈഥിലാത്മനാ പാതി നൽകി കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കും കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കൊണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കും പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വിളിച്ചു വരുത്തിനാൾ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കും അനുവാസനം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും മുൾപ്രേമം കൂടെ വർദ്ധിച്ചു നിർവേന്ദ്രനും. തൽപ്രണയിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമാച്ചമഞ്ഞിതു സന്താപം ദിനം തോറും. മൽപഭാഷിണിമാർക്കു വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തപുംസാദി ക്രിയകളും ചെയ്തു കാമാന്തം
ദാനം ചെയ്തു ദശരഥൻ നരവരൻ. ഇന്ന് നമുക്ക് അയോധ്യാകാന്ഡത്തിലെ പുത്ര കാമേഷ്ടി കർമ്മത്തിലെ ഭാഗമാണ് വായിച്ചത്. എല്ലാവർക്കും എന്നെ വീക്ഷിച്ച എല്ലാവർക്കും നമസ്കാരം.